कृष्ण चैतन्य नाम्ने गौरतिषे नमः। नमो ब्रह्मण्यदेवाय गो ब्राह्मणहिताय च जगत्हिताय कृष्णाय गोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपा तमहं वन्दे परमानन्दमाधवम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरयेत्। हरे कृष्ण। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरे कृष्ण। हरे कृष्ण। ओके, कार्तिक इति हरे कृष्ण। हरे कृष्ण। हरे कृष्ण. ഋഷികേശ് ദിലീപ് കൃഷ്ണൻ വീഡിയോ ഓൺ ആയിട്ടില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം അല്ലേ? കഴിഞ്ഞ ആഴ്ച ചെയ്തതിൻ്റെ കൂട്ട് എത്ര ബ്രീത്ത് നിന്ന് നമുക്ക് എടുക്കാം? 4, 8 എത്ര ബ്രീത്ത് എടുക്കാം? 8 ബ്രീത്ത് എടുക്കാം. 5 അഭിജിത്ത് 5 ബ്രീത്ത് അല്ലേ? 5 ബ്രീത്ത് മതിയോ? ഓക്കെ. 5 ബ്രീത്ത് എടുക്കുമ്പം നമ്മൾ എന്താ പറഞ്ഞത്? നേരെ ബ്രീത്ത് ഇൻ അല്ലേ? മാക്സിമം ബ്രീത്ത് നമ്മൾ അകത്തോട്ട് എടുക്കണം. എടുത്തിട്ട് ബ്രീത്ത് നമ്മൾ അതേ ഋതത്തിൽ അതേ ടൈമിങ്ങിൽ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ഒരേ ടൈമിംഗ് ആയിരിക്കണം. എത്ര എടുത്തോ അതേപോലെ നമ്മൾ ബ്രീത്ത് ഇൻ എടുത്തിട്ട് സർക്കിൾ ചെയ്തിട്ട് നമ്മൾ വായിലൂടെ പുറത്തോട്ട് വരും. വായിലൂടെ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഓക്കെ. ബ്രഹ്മാവ് കോടി വർഷങ്ങൾ ഇതേപോലെ മെഡിറ്റേറ്റ് ചെയ്തിട്ടാണ് ലിവിങ് ബീയിങ്സിനെ, ജീവജാലങ്ങളെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തി കിട്ടിയത്. മനസ്സിലായില്ലേ?
നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ മുതിരുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ സക്സസ് ആവണമോ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഫോക്കസ് ചെയ്തിരിക്കണം, മറ്റൊരു ശ്രദ്ധയും പാടില്ല. അതാണ് അർജുനനോട് പറഞ്ഞത്. അമ്പെയ്യുമ്പോൾ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പക്ഷിയെ അമ്പ ചെയ്യുമ്പോൾ വേറൊന്നും നോക്കരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മെഡിറ്റേഷൻ, ഒരു പവർ, നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഒരിടത്തൊരു കഥയുണ്ടായിരുന്നു. കഥയുടെ സമ്മറി ഇതാണ്. ഒരാൾക്ക് വലിയ ശക്തി കിട്ടണമെന്ന് പറഞ്ഞു. ഭഗവാനെ തപസ് ചെയ്തിട്ട് ഒരു ഭയങ്കര ഇപ്പം അതുവഴി ഒരു മുനി വന്നു, സന്യാസി പറഞ്ഞു, നിനക്ക് ശക്തി തരാനുള്ള മന്ത്രം ഞാൻ തരാം, പക്ഷേ മന്ത്രം ചെയ്യുമ്പോ നീ ഒരാളെ നീ ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞു. ആരെയാണെന്നറിയാമോ? കരിങ്കൊരങ്ങനെ. കരിങ്കൊരങ്ങൻ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? കറുകറായിരിക്കുന്ന കുരങ്ങ്. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? എന്തോ? ഒച്ച ഉണ്ടാക്കും അല്ലേ? അപ്പം കരിങ്കുരങ്ങനെ ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞു. നീ ഇത് പറയുമ്പം കരിങ്കുരങ്ങനെ ഓർമ്മിക്കരുത്. അപ്പൊ എപ്പം ഇദ്ദേഹം ഈ ശക്തി കിട്ടാനുള്ള മന്ത്രം ജപിക്കുന്നു, അന്നേരം പറയൂ, ആ സന്യാസി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു കരിങ്കുരങ്ങനെ ഓർമ്മിക്കരുതെന്ന്. അന്നേരം ഓർമ്മിച്ചു ഇല്ലേ? അപ്പൊ അവിടെയും നമുക്ക് നമ്മുടെ എലമെന്റ്സിന്, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഏത് യോഗ ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ നമ്മൾ ഒരുപാട് പ്രാണായാമം ചെയ്യുന്നുണ്ട്, ഹഠയോഗ ചെയ്യുന്നുണ്ട്, മറ്റു പലതരം യോഗകൾ ചെയ്യുന്നുണ്ട്. ഏത് യോഗ ചെയ്യുവാണെങ്കിലും അതിനൊരു ഫലം, റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിനെ ആദ്യം കൺട്രോൾ ചെയ്യണം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മറ്റൊരു ചിന്തകളും പാടില്ല. ചിന്തകൾ വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകും. പെട്ടെന്ന് ആ ചിന്തകളുടെ പുറവേ പോയിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ പെട്ടെന്ന് നമ്മൾ മാറിപ്പോകും. അപ്പൊ ആദ്യം മനസ്സിലെ മറ്റു ചിന്തകൾ പോകുന്നതിനാണ് നമ്മൾ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് കാര്യത്തിനാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ബ്രീത്ത് ഇൻ ചെയ്യുക, അതുപോലെ പുറത്തോട്ട് വരുമ്പം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ബ്രീത്ത് ഔട്ട് ഫുള്ള് തീർക്കുക. ഓക്കെ, 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഇത് സാമ്പിള് പറഞ്ഞതേ ഉള്ളു, അത് സ്റ്റാർട്ടായില്ല. നമ്മള് ഇരിക്കുന്നത് സ്റ്റഡി ആയിട്ടിരിക്കണം. ഓക്കെ, നിവർന്നിരിക്കണം. ബ്രീത്ത് എയർ പാസ് ചെയ്യുമ്പം ഒരു വളവും തിരിവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയണം നമ്മുടെ അകത്തെ വൻകുടലിന് എത്ര മീറ്റർ നീളം ഉണ്ടെന്നുള്ളത്. പിന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി, എല്ലാം നിവർന്നിരുന്നില്ലേ? ഓക്കെ, ഇനി നമ്മള് ബ്രീത്ത് മേലോട്ടെടുക്കണം. ഫുള്ള് ബോഡി റിലാക്സ് ചെയ്തിരിക്കണം. ഫുള്ള് ബോഡി റിലാക്സ് ചെയ്ത് തന്നെ ഇരുന്നോട്ടോ. ഒരു ബലവും ഒരു ഫോഴ്സും ഒന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അഭിജിത്ത് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 സ്റ്റാർട്ട്.
Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna Krishna Hare Hare Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare 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 Krishna 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 Hare Hare Rama Rama Hare Hare 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 Krishna Hare Rama Rama. Hare Krishna Krishna Hare Hare Rama Rama Hare 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 Krishna Krishna Hare Hare Rama Rama 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 Hare 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 Krishna. അപ്പൊ എത്ര ബ്രീത്ത് നമ്മൾ എടുത്തു? 5 ബ്രീത്ത് എടുത്ത്. വെരി ഗുഡ്. ഒരു ബ്രീത്തിൽ എത്ര കിട്ടി? എണ്ണിയായിരുന്നോ? 3 കിട്ടി. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മള് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ടിലോട്ട് നമ്മൾ വന്നു. ഇപ്പൊ ഒരു ഉന്മേഷം വന്നില്ലേ? ഒരു എനർജറ്റിക് വന്നില്ലേ? ഒരു റിലാക്സേഷൻ വന്നില്ലേ? ഇല്ലേ? ഒരു റീഫ്രഷ്മെന്റ് ഇല്ലേ? യെസ്. നമ്മുടെ ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്ത്, അപ്പൊ നമ്മൾ 2 കാര്യം ചെയ്ത്. നമ്മള് 1 എക്സർസൈസ് ചെയ്തു, 2 മെഡിറ്റേറ്റ് ചെയ്തു. മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു, ഭഗവാനെ കണ്ടു. ഓക്കെ. 5 വയസ്സായപ്പോഴാണ് ധ്രുവൻ. ആരാ ധ്രുവൻ? ഉത്താനപാദ മഹാരാജാവ് എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. എഴുതി വെച്ചോ. ഉത്താനപാദ മഹാരാജാവിന്റെ മകനായിരുന്നു ധ്രുവൻ. പോളാർ സ്റ്റാർ എന്ന് കേട്ടിട്ടുണ്ടോ? പോളാർ സ്റ്റാർ, ധ്രുവ നക്ഷത്രം. ഗാലക്സിയിൽ പോളാർ സ്റ്റാർ എന്ന് കേട്ടിട്ടില്ല? ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങുന്ന, ഏറ്റവും വലുതായിട്ട് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രമാണ് പോളാർ സ്റ്റാർ. ഇതിനെ മലയാളത്തില് ധ്രുവ നക്ഷത്രം എന്ന് പറയും. ഇതെല്ലാം ഹിസ്റ്റോറിക്കലാണ്. ഹിസ്റ്റോറിക്കൽ എവിഡൻസിലൂടെയാണ് നമ്മുടെ ശാസ്ത്രം പോകുന്നത്. ഉത്താനപാദ മഹാരാജാവിന്റെ
മകനായിരുന്നു ധ്രുവൻ. ഉത്താനപദ മഹാരാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സുനീതി, രണ്ടാമത്തെ പേര് ഋജുമാതാജി സുരുചി എന്നാണോ? സുനീതി, സുരുചി, സുരുചി അല്ലേ? ഹരേ കൃഷ്ണ. ഗീതമാതാജി ഹരേ കൃഷ്ണ അല്ലേ? സുനീതി സുരുചി അല്ലേ? സുനീതി സുരുചി. ഓക്കെ. ധ്രുവന്റെ അമ്മയുടെ പേര് സുനീതി അല്ലേ? സുനീതി. അപ്പോഴ് ഒരു ദിവസം ഉത്താനപാദ മഹാരാജാവിന്റെ ആദ്യത്തെ ഭാര്യയുടെ പേരാണ് സുനീതി, രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് സുരുചി. ആദ്യത്തെ ഭാര്യയുടെ സുനീതിയുടെ മകനാണ് ധ്രുവൻ. അങ്ങനെ ഒരു ദിവസം ഈ ധ്രുവൻ 5 വയസ്സേ ഉള്ളൂ, ചെന്ന് അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു. അച്ഛന്റെ മടിയിൽ ഇരിക്കുമ്പോള് ഇളയമ്മ ഇത് കണ്ടുകൊണ്ട് വന്നു. ഇളയമ്മ കണ്ടുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് പിടിച്ച് പുറത്തിറക്കി. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ, എന്റെ ഹസ്ബൻഡിന്റെ മടിയിലിരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. ഭഗവത്ഗീതയില് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ട് വന്നിരുന്നുണ്ട്. 52-ാമത്തെ ശ്ലോകമോ 53-ാമത്തെ ശ്ലോകവുമാണ്. അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചിരുന്നു. എന്തുകൊണ്ടാ മടിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഗുരുജനങ്ങള്, എന്റെ ബന്ധുക്കള്, എന്റെ സുഹൃത്തുക്കള് എല്ലാം ഉണ്ട്. അപ്പം ഭഗവാൻ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം, ഈ എന്റെ, ഞാൻ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിന്റെ എല്ലാ ഓണർഷിപ്പ് ഞാനാണ് എന്നുള്ള ചിന്ത, അത് ഫാൾസ് ഈഗോയാണ്. ഒന്നും നമ്മളുടേതല്ല. ആണോ? എന്തെങ്കിലും നമ്മളുടേതായിട്ടുണ്ടോ? അതിനൊരു കഥ പിന്നെ പറയാം. എന്തെങ്കിലും നമ്മളുടേതായിട്ടുണ്ടോ? മനസ്സ് നമ്മളുടേതായിട്ടാണോ ഉള്ളതാണോ? അതും നമ്മളുടേതല്ല. അതുകൊണ്ടല്ലേ നമ്മുടെ കൺട്രോളിൽ പോകാത്തത്. നമ്മളുടേതാണെങ്കിൽ നമ്മുടെ കൺട്രോളിൽ പോകത്തില്ലേ? ഇല്ലേ? അപ്പം ഇതൊന്നും നമ്മളുടേതല്ല. അപ്പം ഞാൻ എന്റെ എന്ന ചിന്ത ആദ്യം കളഞ്ഞിട്ട് അർജുന, ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണ്, അതങ്ങ് ചെയ്യുക. ഇവിടെയും അതുപോലെ 2-ാമത്തെ അമ്മ, ഇളയമ്മ സുരുചി പറഞ്ഞത് എന്റെ ഹസ്ബൻഡ്. അവിടെ ഒരു ഫാൾസ് ഈഗോ വന്നു. എന്റെ ഹസ്ബൻഡ്, എന്റെ ഹസ്ബൻഡിന്റെ, എന്റെ ഭർത്താവിന്റെ മടിയിൽ ഇരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉത്താനപാദ മഹാരാജാവിന്റെ സ്വന്തം മകനെ മടിയിൽ നിന്ന് ഇറക്കി. ധ്രുവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തെത്തി, സുനിധിയുടെ അടുത്തെത്തി. സുനിധിയോട്, അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മേ, ഞാൻ അച്ഛന്റെ മടിയിൽ ഇരിക്കുമ്പം ഇളയമ്മ വന്നിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയും എനിക്കില്ല എന്ന് പറഞ്ഞു. ശരിയാണോ എന്ന് ചോദിച്ചു. വളരെ വിഷമിച്ച് കണ്ണിൽ കൂടി വെള്ളം വന്നിട്ട് ചോദിക്കുകയാണ്. സുനീതി അമ്മ പറഞ്ഞു, അതിന്റെ ഉത്തരം എനിക്കറിയില്ല. അത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ, കൃഷ്ണന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു.
5 വയസ്സുള്ള ഇന്നസെന്റായ ആ കുട്ടി പറഞ്ഞു, എങ്കിൽ ഞാൻ കൃഷ്ണനെ കണ്ടിട്ടേ കാര്യമുള്ളൂ, കൃഷ്ണനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ധ്രുവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മെഡിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ മറ്റൊരു ഡിസ്റ്റർബൻസും ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ. ഏറ്റവും കൂടുതൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മനുഷ്യർ മാത്രമേ ഉള്ളൂ. ചിന്തിച്ചോണം. മൃഗങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്യത്തുള്ളൂ, വേറെ ആളുടെ ഡ്യൂട്ടി പോയി ചെയ്യത്തില്ല. മൃഗങ്ങള് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പക്ഷികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ ആളും കഴിക്കാൻ പോകില്ല. മനുഷ്യന്മാർ അങ്ങനാണോ? മനുഷ്യര് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ജീവിക്കണമെന്നല്ല, നെയ്ബർ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്, ഇല്ലേ? ശരിയല്ലേ? അപ്പുറത്തവൻ എങ്ങനാണ്, അപ്പുറത്തെ ആളുടെ മകൻ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ലയോ, അപ്പുറത്തെ ആളുടെ മകന്റെ അല്ലെ മകളുടെ മാർക്ക് എത്ര ആണ്, എന്നിട്ടാണ് നിന്റെ മാർക്ക് എത്ര ആണെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ട് അപ്പുറത്തെ ആളുടെ മകളുടെ മാർക്കിനേക്കാൾ ഇത്ര മാർക്ക് കുറഞ്ഞു പോയി എന്ന് ചോദിക്കും. അതല്ല, എന്തുകൊണ്ട് നിന്റെ മാർക്ക് എത്ര കുറഞ്ഞു പോയി, നീ പഠിച്ച അല്ലെങ്കിൽ നിന്റെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വന്നിട്ടുള്ളത്, അതിൽ നീ എന്തുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് മിസ്സായിപ്പോയി അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ല, അതാണ് ചോദിക്കേണ്ടത്. ഇവിടെ അതുകൊണ്ട് മനുഷ്യന്മാരാരുമില്ലാത്ത ഈ വേൾഡില്, ഈ ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ്, വേറെ ആരുമില്ല. അങ്ങനെ ഈ മനുഷ്യന്മാരെ എല്ലാം കളഞ്ഞിട്ട് നേരെ വനത്തിലോട്ട് പോയി. വനത്തിലോട്ട് പോകുന്ന സമയത്ത് നാരദ മഹർഷിയെ കാണാം. നാരദ മഹർഷി ധ്രുവനോട് ചോദിക്കും, എന്തിനാണ് നീ വനത്തിലോട്ട് പോകുന്നത്? അപ്പം ധ്രുവൻ കാര്യങ്ങളെല്ലാം പറയും. എന്റെ അച്ഛന്റെ മടിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്റെ ഇളയമ്മ വന്നിട്ട് എന്നെ പിടിച്ചിറക്കി, നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചപ്പം അമ്മയ്ക്കും അതിന്റെ ആൻസർ അറിയത്തില്ല, കൃഷ്ണനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൃഷ്ണനോട് ചോദിക്കാൻ പോവുകയാണ്. മാത്രമല്ല, കൃഷ്ണനെ കണ്ടിട്ട് എനിക്കും എന്റെ അച്ഛനെ പോലെ രാജാവാകണം, എനിക്കും രാജ്യം കിട്ടണം എന്ന് പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, നീ പിഞ്ചു കുഞ്ഞാണ്, 5 വയസ്സേ ഉള്ളൂ. വനത്തിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, വൈൽഡ് അനിമൽസ് ഉണ്ട്, വന്യമൃഗങ്ങളുണ്ട്, ഉപദ്രവിക്കും. അവിടെ ഒന്നും കേട്ടില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ഇനി കൃഷ്ണനെ കണ്ടിട്ടേ ചോദിച്ചിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ, എനിക്കും രാജാവാകണം. അങ്ങനെ നാരദ മഹർഷിക്ക് സന്തോഷമായിട്ട് അതിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അങ്ങനെ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ധ്രുവൻ പോയി ഭഗവാനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. വർഷങ്ങളോളം മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ഭഗവാൻ ധ്രുവന്റെ അടുത്ത് വന്നു. ധ്രുവനോട് പിന്നെ ചോദിച്ചപ്പോ ഒന്നും വേണ്ട, അങ്ങയെ കണ്ടല്ലോ എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങയെ കണ്ടതിൽ മാത്രം എനിക്ക് സന്തോഷമായി, എന്റെ ജീവിതം ധന്യമായി, ഇനി എനിക്കൊന്നും വേണ്ട. എന്താണ് ചോദിക്കാൻ പോയത്? രാജ്യം വേണം, രാജാവാകണം എന്നൊക്കെ പറഞ്ഞു, അച്ഛനോട് ചലഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭഗവാനെ കണ്ടപ്പം ഇതൊന്നും വേണ്ട, അങ്ങയെ കണ്ടില്ലേ, അത് മാത്രം മതി, ഇതാണ് എന്റെ ജീവിതത്തിലെ വളരെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ ഞാൻ നിരാശനാക്കുന്നില്ല. അങ്ങനെ പ്രത്യേക ഒരു ഗ്രഹം തന്നെ, ഒരു ലോകം തന്നെ ധ്രുവന് കൊടുത്തു. അതാണ് പോളാർ സ്റ്റാർ, ധ്രുവ നക്ഷത്രം. മെഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എന്നുള്ള ചിന്താഗതി ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെ പോകണം. അർജുനൻ അത് കളഞ്ഞതുകൊണ്ടാണ് അർജുനൻ വിജയിച്ചത്. അർജുനനല്ല രാജാവായത് യുധിഷ്ഠിരനാണ്. അർജുനന് യുദ്ധം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ.
അതിന്റെ ഫലം ശരിക്കും ഡയറക്റ്റ് ഫലം ആസ്വദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് എടുത്തു യുധിഷ്ഠിരനാണ്. ഇവിടെ ഞാൻ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ ശ്ലോകം ആർക്കെങ്കിലും ഒരാൾ കാണാതെ പഠിച്ചത് പറയാമോ? എനിക്കറിയാം. ഓ, പറഞ്ഞു. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. വെരി ഗുഡ്. ഇനി ആർക്ക് ചെയ്യാം? ഞാൻ യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. വെരി ഗുഡ്. ഇനി അടുത്തത് യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. വെരി ഗുഡ്. അത് ഞാൻ യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഇനി എല്ലാരും ചെയ്തോ? ആ, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. പിന്നെ ഓ, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഇനി ആർക്കൊക്കെ ചെല്ലാനുണ്ട്? എല്ലാരും ചെല്ലിയോ? ആ, ചെല്ലിക്കോളൂ. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. വെരി ഗുഡ്. ആരുടെ ഫേസ് കാണാനില്ല. ഇനി ആർക്ക്? ആ, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ, ആരുടെ ഫേസ് ഇത്തിരിയും കൂടെ. ഓക്കെ, ശരിയായി. ഓക്കെ. ഇനി എത്ര പേര് ചെല്ലാനുണ്ട്? ചെല്ലി. യത് കോശി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ യത് കുരുഷ്വ മദർപ്പണം. തത്കുരുഷം മദർപ്പണം. ചെല്ലിയേ. തത്കുരുഷം മദർപ്പണം. തദർപ്പണം. ഓക്കെ. രുചിത, രുചിക ചെല്ലിയായിരുന്നോ? ഇല്ല. ഞാൻ ഇത് അയച്ചു തന്നില്ല. പുസ്തകമില്ല കയ്യിലല്ലേ? ഞാൻ മലയാളം ലിങ്കും ഇംഗ്ലീഷ് ലിങ്കും അയച്ചു തരാം എന്നും പറയുകയും ചെയ്യും. ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയച്ചു തരാം. ഓക്കെ, ഇനി തുടങ്ങിക്കൊള്ളി. ഞാൻ പറഞ്ഞു തരാം. യത് കരോഷി യജസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസ്യ കൗന്ദേയ തത് കുരുഷം തദർപ്പണം. നീ എന്ത് പ്രവർത്തി ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ,
അത് എനിക്കായി ചെയ്യണം. ആര് പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് പോകുന്നതിന് മുമ്പ് വീണ്ടും ഒരു വലിയ മംഗളകരമായ ഒരു ദിവസം കടന്നുപോയി. ഏതാണെന്ന് അറിയാമോ? ആ, ഗണേശ ചതുർത്ഥി. ഗണേശ ചതുർത്ഥി കടന്നുപോയി. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലായിരുന്നു? ഇല്ല അല്ലേ? ഇല്ല. പിന്നെ വീണ്ടും ഒരു വിശേഷപ്പെട്ട ദിവസം കടന്നുപോയി. അപ്പൊ ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്? രാധാഷ്ടമി. രാധാദേവിയുടെ ജന്മദിനം. രാധാദേവിയും നമുക്ക് പ്രത്യക്ഷയായ ദിവസമായിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. വിനായക ചതുർത്ഥിയായിരുന്നു. വിനായകന്റെ പിറന്നാളായിരുന്നു. വിനായക ചതുർത്ഥിയായിരുന്നു. വിനായകന്റെ പിറന്നാളായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഗണേശന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ രാധാറാണിയുടെ അടുത്തോട്ട് വരാം. ഓക്കെ, ഗണേശൻ പാർവതി ദേവിയുടെ എത്രാമത്തെ പുത്രനാണ്? രണ്ടാമത്തെ. ഏതെങ്കിലും ഒന്ന് പറ. രണ്ടാമത്തെ. ഒന്ന് ഉറപ്പിക്കേ. 2 എന്ന് പറഞ്ഞവര് കൈവക്കിയേ. 2 എന്ന് പറഞ്ഞവര് കൈവക്ക്. ആദ്യത്തെ പുത്രനാണ്. ഓക്കെ, ആ ഫസ്റ്റ് പുത്രൻ എന്ന് പറഞ്ഞവര് കൈവക്കിയേ. ഓക്കെ, രണ്ടാമത്തെ പുത്രൻ എന്ന് പറഞ്ഞവര്, ബാക്കിയുള്ളവർ രണ്ടാമത്തെ പുത്രൻ, ഫസ്റ്റ് പുത്രൻ അല്ലേ? 3 പറഞ്ഞിട്ടുണ്ട്. 3 പറഞ്ഞിട്ടുണ്ടോ? അതാരാ? ആ, ഓക്കെ. അച്ഛനെ മൂന്നാമതാക്കി മാറ്റി വെച്ചേരെ കേട്ടോ. ഓക്കെ, പാർവതി ദേവിയുടെ രണ്ടാമത്തെ മകനായിരുന്നു ഗണേശൻ. ആദ്യത്തെ പുത്രൻ സുബ്രഹ്മണ്യൻ, കന്ദൻ, കാർത്തികേയൻ. ഓക്കെ, ഇനി പാർവതി ദേവിക്ക് ഗണേശനെ എങ്ങനെ കിട്ടി? എങ്ങനെ കിട്ടിയെന്നറിയോ? പാർവതി മണ്ണും കൊണ്ടുണ്ടാക്കി. ഓക്കെ, പാർവതി മണ്ണ് കൊണ്ടുണ്ടാക്കി. ഓക്കെ, ഒരുപാട് കഥകൾ നമ്മൾ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശ്രേഷ്ഠമായ ആ കഥയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതില് ഏതൊന്ന് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിലും അതിനെ നല്ലതുപോലെ ചിന്തിച്ച് ആഗ്രഹിച്ച് എടുത്തെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് 100% മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശരിക്കും ഇൻവോൾവ് ആവണം. ശരിക്കും ആ ടെസ്റ്റിലോട്ട് ഇറങ്ങിയിരിക്കണം. വെറുതെ ബൈഹാർട്ട് ഇത് ഈ എന്ന് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഓരോ സെന്റൻസും നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത ആ വേർഡ് നോക്കി നമ്മൾ അങ്ങനെ പഠിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ 100% മാർക്ക് എന്നതിലുപരി നമ്മൾ അതിന്റെ ജ്ഞാനം, ആ നോളജിൽ നമ്മൾ എത്താൻ പറ്റത്തുള്ളൂ. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം നമ്മൾ പഠിച്ചെടുക്കുന്നത്, അതിനെ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പാർവതി ദേവിക്ക് ഭഗവാനെ കണ്ടിട്ട് അതിയായ ആഗ്രഹം തോന്നി. എനിക്കും ഇതേപോലെ, ആരെ കണ്ടിട്ട്? കൃഷ്ണനെ കണ്ടിട്ട് എനിക്കും ഇതേപോലെ ഒരു പുത്രനെ കിട്ടണം എന്ന് ആഗ്രഹിച്ചു. ഇതുപോലെ യശോദാമ്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് യശോദാമ്മയ്ക്ക് ഭഗവാനെ കിട്ടിയത്. ദേവകി അമ്മ ആഗ്രഹിച്ചത് കൊണ്ടാണ് ദേവകി അമ്മയ്ക്ക് കിട്ടിയത്. അതേപോലെ
രത്നമാലയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ രത്നമാല ആഗ്രഹിച്ചതുകൊണ്ടാണ്. അതായത് മഹാബലിയുടെ സഹോദരിയല്ലേ രത്നമാല? ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. രത്നമാലയാണോ ആഗ്രഹിച്ചത്, വിന്ധ്യാവലിയാണോ ആഗ്രഹിച്ചത് എന്നുള്ളത് ഭഗവാനെ. അതായത് വാമന അവതാരത്തില് വിന്ധ്യാവലി ഭാര്യയാണ്. പക്ഷെ ഞാൻ ഭഗവാനെ കണ്ടിട്ട്, വാമനദേവനെ കണ്ടിട്ട് ഇതേപോലെ പുത്രനെ എനിക്ക് കിട്ടുകയും എനിക്ക് മുലി കൂട്ടണമെന്നും ആഗ്രഹിച്ചു. ഞാനത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ അതിനെ അങ്ങോട്ട് നോക്കിയില്ല. അത് ഏത് കഥാപാത്രമാണെന്ന് നോക്കിയില്ല. രത്നമാലയാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. എങ്കിലും അങ്ങനെയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ദ ഫോർമർ ബർത്ത് ഓഫ് പൂതന, പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഭഗവാൻ അതും സാധിച്ചു കൊടുത്തിട്ടാണ് പൂതനയെ കിട്ടുന്നത്. പൂതനയായിട്ട് വന്നിട്ട് ഭഗവാന് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത്. ഇവിടെ പാർവതി ദേവി അതിമനോഹരമായി കൃഷ്ണനെ പോലെ ഒരു മകനെ എനിക്കും വേണം എന്നുള്ളത് പാർവതി ദേവി ആഗ്രഹിച്ചു. അങ്ങനെ ആ ആഗ്രഹം മഹാദേവരോട് പറഞ്ഞു. മഹാദേവര് വിഷ്ണുവിനോട് ചോദിച്ചു, എന്റെ ഭാര്യ പാർവതി ദേവി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, എന്ത് ചെയ്യണം, എന്താണ് അതിന്റെ പോംവഴി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു, പുണ്യാഗവ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു. ഒരു വർഷം പാർവതി ദേവി പുണ്യാഗവ്രതം അനുഷ്ഠിച്ചു. ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ പുണ്യാഗവ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ടാണ് പാർവതി ദേവിക്ക് ഗണേശൻ എന്ന പുത്രനെ കിട്ടുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി പുണ്യാഗവ്രതം അനുഷ്ഠിച്ചിട്ട് ഇതേപോലെ ശ്രേഷ്ഠമായ മക്കളെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മനസ്സിൽ നിൽക്കത്തില്ല എങ്കിലും ചിലയിടത്തൊക്കെ ചില കഥകൾ കേൾക്കുമ്പോഴൊക്കെ ആ കഥാപാത്രങ്ങളെ കേട്ടിട്ടുണ്ടാവും. അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. വലിയവർക്ക് അത് മനസ്സിലിരുത്താം. ഈ പുണ്യാഗവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തുല്യമായ പുത്രനെ കിട്ടും. ശതരൂപയ്ക്ക് ഈ വ്രതം അനുഷ്ഠിച്ചവരുടെ കിട്ടുന്ന കുട്ടികളുടെ പേരാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശതരൂപയ്ക്ക് പ്രിയവർദ്ധൻ, ഉത്താനപാദൻ എന്ന 2 പുത്രരെ ലഭിച്ചു. അപ്പൊ ഉത്താനപാദൻ ഭഗവാന്റെ തന്നെ അംശമായിട്ടാണ് വരുന്നത്. ശതരൂപയ്ക്ക് പ്രിയവർദ്ധൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരെ ലഭിച്ചു. ദേവഹൂതിക്ക് കപിലനെ പുത്രനായി ലഭിച്ചു. അരുന്ധതിക്ക് ശക്തി എന്ന പുത്രനെ ലഭിച്ചു. ശക്തിയുടെ പത്നിക്ക് പരാശരനെ പുത്രനായി ലഭിച്ചു. അതിഥിക്ക് വാമനനെ ലഭിച്ചു. ശുചിക്ക് ജയന്തനെ ലഭിച്ചു. ഉത്താനപാദ രാജാവിന്റെ ഭാര്യ സുനീതിക്ക് ധ്രുവനെ ലഭിച്ചു. കുബേരന്റെ ഭാര്യയ്ക്ക് നളകുബേരനെ ലഭിച്ചു. സൂര്യന്റെ ഭാര്യയ്ക്ക് മനുവിനെ ലഭിച്ചു. അത്രി മഹർഷിയുടെ ഭാര്യയ്ക്ക് ചന്ദ്രനെ ലഭിച്ചു. ഭൃഗുവിന്റെ ഭാര്യയ്ക്ക് ശുക്രനെ ലഭിച്ചു. ഇതെല്ലാം പുണ്യാഗവ്രതം കൊണ്ട് കിട്ടിയതാണ്. ഈ കഥയും മഹാദേവര് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് പാർവതി ദേവിക്ക് കൃഷ്ണനെ പോലെ, അതായത് കൃഷ്ണന്റെ അംശം തന്നെയാണ്. കൃഷ്ണൻ തീരുമാനിച്ചു കഴിഞ്ഞു പാർവതി ദേവിയിൽ ജനിക്കാമെന്നുള്ളത്. അങ്ങനെ കൃഷ്ണന്റെ അംശമായിട്ട് തന്നെ പാർവതി ദേവിക്ക് ഗണേശനെ ലഭിക്കുകയാണ്. അങ്ങനെ ഗണേശനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ 33 കോടി ദേവന്മാരും അവിടെ വന്ന്, അത്രയും തേജസ്, അത്രയും മനോഹരം ആ
കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവലോകത്തു നിന്നും എല്ലാ ദേവന്മാരും 33 കോടി ദേവന്മാരും ഇറങ്ങി വന്നിട്ട് അനുഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പിട്ട് ഭഗവാൻ മഹാദേവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ കുഞ്ഞിന്റെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതൊരു ലക്ഷണശാസ്ത്രമാണ്. അപ്പൊ അത് ഉണ്ടായ കാര്യങ്ങളെല്ലാം പിന്നീട് ഇപ്പൊ പറയാം. അവിടെ പറഞ്ഞത് വിഷ്ണു പറയുകയാണ് മഹാദേവരുടെ അടുത്ത്, ഈ വ്രതമാഹാത്മ്യം കൊണ്ട് ഗോലോകനാഥൻ തന്നെ ഭഗവാന്റെ പുത്രനായി ജനിക്കും. ഗോലോകനാഥൻ ആരാണ്? കൃഷ്ണൻ. വൈകുണ്ഠനാഥൻ ആരാണ്? വിഷ്ണു. വിഷ്ണു. ഇത്രയേ ഉള്ളു കാര്യം. എന്തുകൊണ്ടാ വൈകുണ്ഠം എന്ന് പറഞ്ഞത്? കുണ്ഠിതങ്ങളൊന്നുമില്ലാത്ത, കുണ്ഠിതം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളൊന്നുമില്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം. അപ്പം അവിടെ ഒരുപാട് ഐസ്ക്രീം കിട്ടും കേട്ടോ, കുണ്ഠിതമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അവിടെ അവൻ പറഞ്ഞു ദേവഗണങ്ങളുടെ എല്ലാം ഈശനായിരിക്കും, അതിനാൽ ഗണേശൻ എന്നറിയപ്പെടും. പിന്നെ അദ്ദേഹത്തിന്റെ സ്മരണ കൊണ്ട് വിഘ്നങ്ങളെല്ലാം നശിക്കും, അതിനാൽ വിഘ്നേശ്വരൻ എന്ന പേര് ലഭിക്കും. പുണ്യക വ്രതത്തിൽ അർപ്പിക്കുന്ന നാനാദ്രവ്യങ്ങൾ കൊണ്ട്, അപ്പം വ്രതം അനുഷ്ഠിക്കുമ്പോൾ യജ്ഞങ്ങൾ ഒരുപാട് അർപ്പിക്കണം. അപ്പൊ യജ്ഞങ്ങളൊക്കെ എനിക്കുമ്പോൾ ആ ഹോമകുണ്ടത്തിലേക്ക് ഒരുപാട് ഹവിസുകള്, നെയ്യ്, കർപ്പൂരം, തേങ്ങ, പിന്നെ പഴങ്ങള് ഒക്കെ അർപ്പിക്കും. അപ്പൊ അങ്ങനെ അർപ്പിക്കുന്നത് കൊണ്ട് കുടവയറുണ്ടാകും. ഈ യജ്ഞങ്ങളെല്ലാം ഭക്ഷിക്കുമ്പോഴത്തേന് കുടവയറുണ്ടാകും. അതുകൊണ്ട് ലംബോദരൻ എന്ന് പറയും, ലംബോദരൻ. ഇനി ശനിയുടെ ദൃഷ്ടിപാതം കൊണ്ട് ഇപ്പൊ ശനിദേവൻ വരും. അപ്പൊ ശനിയുടെ ദൃഷ്ടി, ഇതെല്ലാം സംഭവിക്കുമെന്ന് വിഷ്ണു ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശനി വരും. അതുകൊണ്ട് ശനിയുടെ ദൃഷ്ടിപാതം കൊണ്ട് ശിരസ് നഷ്ടപ്പെടും. പിന്നീട് ആനയുടെ ശിരസ് വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് ഗജാനനായിത്തീരും. പരശുരാമന്റെ പരശു കൊണ്ട്, കൊമ്പ് കൊണ്ട് ദന്തം കൊണ്ട് കൊമ്പ് നഷ്ടപ്പെടുന്നതിനാൽ ഏകദന്തൻ എന്ന് പ്രസിദ്ധനായിത്തീരും. ദേവന്മാരെക്കാൾ മുൻപ് പൂജിക്കേണ്ടത് ഈ ഗണേശനെയാണെന്ന് പൂജാഫലങ്ങൾ പറയുന്നു. ഓക്കെ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പാർവതി ദേവിക്ക് കുഞ്ഞിനെ കിട്ടി. കുഞ്ഞിനെ അനുഗ്രഹിക്കാനായിട്ട് ബ്രഹ്മാവ്, ധർമ്മന്, മഹാദേവര്, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, ഹിമവാന്, മേന, വസുന്ധര, പാർവതി ദേവി, മറ്റു 33 കോടി ദേവന്മാരും അവിടെ എത്തി. ഓരോ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്തു, അനുഗ്രഹിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, നിന്റെ ദേശസ് ജഗത്തിൽ നിറയട്ടെ, സർവപൂജ്യനായി ഭവിക്കട്ടെ, എല്ലാവരെക്കാളും ആദ്യം പൂജിക്കപ്പെടുന്നവനായി തീരട്ടെ. ധർമ്മം പറഞ്ഞു, ഭഗവാൻ എന്നോട് തുല്യം ധർമ്മിഷ്ഠനായി തീരട്ടെ, സർവജ്ഞനും ദയായുക്തനും ഹരിഭക്തനും ഹരിക്ക് തുല്യനായി തീരട്ടെ. മഹാദേവൻ പറഞ്ഞു, എന്നെ പോലെ ദാതാവും ഹരിഭക്തനും ബുദ്ധിമാനും വിദ്യാവാനും പുണ്യവാനും ശാന്തനും ദാന്തനുമായിരിക്കട്ടെ. ലക്ഷ്മി ദേവി പറഞ്ഞു, നിന്റെ ദേഹത്തിലും ഗൃഹത്തിലും എന്റെ നിരന്തര സാന്നിധ്യം ഉണ്ടാകട്ടെ, എന്നെ പോലെ ശാന്തയും പതിവ്രതയുമായ കാന്തയെ ലഭിക്കട്ടെ. സരസ്വതി ദേവി പറഞ്ഞു, എനിക്കുള്ളതുപോലെ സുകവിതയും ധാരണാശക്തിയും സ്മൃതിയും വിവേചനാശക്തിയും ഉണ്ടാകട്ടെ. പിന്നെ സാവിത്രി പറഞ്ഞു, നീ വേദജ്ഞാനിയായി തീരട്ടെ, എന്റെ മന്ത്രം ജപിക്കുന്നത് വേദവാദികളിൽ പ്രവരനുമായി തീരട്ടെ. ഹിമവാൻ പറഞ്ഞു, ശ്രീകൃഷ്ണനിൽ നിനക്ക് ഉറച്ച ഭക്തി ഉണ്ടാകട്ടെ. അപ്പൊ അവിടെയാണ് ഗണേശൻ ശ്രീകൃഷ്ണനെ ഭജിക്കുന്ന ഒരു മന്ത്രം ബ്രഹ്മസംഹിതയിൽ വരുന്നത്. ബ്രഹ്മസംഹിത എടുത്തു നോക്കുമ്പം ബ്രഹ്മസംഹിതയില് അൻപതാമത്തെ ശ്ലോകത്തില്, ബ്രഹ്മസംഹിതയില് 50-ാമത്തെ ശ്ലോകത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഓക്കെ. അവിടെ പറയുന്നത്, ഈ ബ്രഹ്മസംഹിത എഴുതിക്കോണം. ബ്രഹ്മാവ് എഴുതിയിരിക്കുന്ന, ഭഗവാനെ ഗോൽഫി ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ശ്ലോകമാണ് ബ്രഹ്മസംഹിത. സാധാരണഗതിയിൽ ഇത് ക്ഷേത്രങ്ങളിലൊക്കെ അഭിഷേകം ചെയ്യുന്ന സമയത്തൊക്കെ 2
മന്ത്രങ്ങളാണ് അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് പുരുഷ സൂക്തം, 2 ബ്രഹ്മസംഹിത. കൂടുതൽ ക്ഷേത്രങ്ങളിലും പുരുഷ സൂക്തമായിരിക്കും. പിന്നെ ചില വൈഷ്ണവ ക്ഷേത്രങ്ങളില് വൈഷ്ണവ ആചാര്യന്മാർ ബ്രഹ്മസംഹിതയും ചൊല്ലാറുണ്ട്. അതൊരു ശ്ലോകം പറയാം. യത്പാദ പല്ലവയുഗം വിനിധായ കുംഭൻ, യത്പാദ പല്ലവയുഗം വിനിധായ കുംഭൻ, ദന്തേ പ്രണാമ സമേസ ഗണാധിരാജ, വിഘ്നാൻ വിഹവന്തു മനമസ്യ ജഗത്രയസ്യ, ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഞാൻ ഇട്ടുതരാം ശ്ലോകം കേട്ടോ, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ ഞാൻ ഇട്ടില്ലെങ്കിൽ. യത്പാദ പല്ലവയുഗം വിനിധായ കുംഭ, ദന്തേ പ്രണാമ സമയേ സഗണാധിരാജ, വിഘ്നാൻ വിഹവന്തു മലമസ്യ ജഗത്രയസ്യ, ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. യത്പാദ പല്ലവയുഗം വിനിധായ കുംഭ, ദന്തേ പ്രണാമ സമയേ സഗണാധിരാജ, വിഘ്നാൻ വിഹവന്തു മലമസ്യ ജഗത്രയസ്യ, വിഘ്നാൻ വിഹന്തു മലമസ്യ ജഗത്രയസ്യ, ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. 3 ലോകങ്ങളുടെയും പുരോഗമനത്തിൽ വരുന്ന തടസ്സങ്ങൾ സംഹരിക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ വേണ്ടി ഗണേശൻ ആരുടെ പാതാരവിന്ദങ്ങളെയാണോ ആനത്തലയിൽ നിന്നും മുഴച്ചു നിൽക്കുന്ന കൊമ്പുകളാൽ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു എന്ന് ബ്രഹ്മാവ് ഭഗവാനെ ആരാധിക്കുന്നതാണ്. അപ്പം അവിടെ ഹിമവാൻ പറഞ്ഞത്, ശ്രീകൃഷ്ണനിൽ നിനക്ക് ഉറച്ച ഭക്തി ഉണ്ടാകട്ടെ, ശ്രീകൃഷ്ണന് തുല്യം ഗുണവാനായി തീരട്ടെ. മേന പറയും, ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തെ പോലെയും സൗന്ദര്യത്തിൽ കാമനെ പോലെയും ഹരിയെ പോലെയും ശ്രീയുക്തനും ധർമ്മനെ പോലെ ധർമ്മയുക്തനും ആയി തീരട്ടെ. അങ്ങനെ വസുന്ധര പറയും, എന്നെ പോലെ ക്ഷമാശീലനും ശരണ്യനും വിഘ്നനാശകനുമായി തീരട്ടെ. പാർവതി ദേവി പറയും, താതന തുല്യം മഹായോഗിയും സിദ്ധനും സിദ്ധിപ്രദനും മൃത്യുഞ്ജയനുമായി തീരട്ടെ. ഈ കഥകൾ കേൾക്കുന്നത് തന്നെ, ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ, ഈ ഗണേശ ജന്മകഥനം സർവവിഘ്ന വിനാശകരമാണ്. ഈ കേൾക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളെയും മാറ്റിയെടുക്കാൻ ശക്തിയുണ്ട്. അത്രയേറെ പുണ്യമാണ് ഈ കഥകളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, കുഞ്ഞു വന്നു, കുഞ്ഞു പിറന്നു, കൃഷ്ണനെ പോലെ തന്നെ ആയിരുന്നു, തലയൊക്കെ നല്ല നമ്മുടെ മനുഷ്യക്കുട്ടിയുടെ പോലെ തന്നെയാണ്, നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ഇനിയാണ് കഥയുടെ അടുത്ത ഘട്ടത്തിൽ ട്വിസ്റ്റിംഗ് വരുന്നത്. എന്താണ് ട്വിസ്റ്റ് വരുന്നത്? എനിക്കൊന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല അല്ലേ? ആ, ഇവിടെ ശനിദേവൻ കാണാൻ വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശനിയുടെ ദൃഷ്ടി കൊണ്ട് ശിരച്ഛേദം ഉണ്ടായി. ശനിദേവൻ കാണാൻ വരും. ശനിദേവൻ ഈ 33 ദേവതകളും വന്ന് അനുഗ്രഹിക്കുമ്പോഴും ശനിദേവൻ പാർവതി ദേവിയുടെ ഈ കുഞ്ഞിനെ ഗണേശനെ നോക്കുന്നതേയില്ല, തല കുനിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ പാർവതി ദേവി പറയും, അങ്ങ് എന്റെ പുത്രനെ ഒന്ന് നോക്കൂ, അനുഗ്രഹിക്കൂ എന്ന് പറയും. ശനിദേവൻ പറയും, ദേവി അത് വേണ്ട. ആദ്യമേ തന്നെ പറയും പാർവതി ദേവി എടുത്തത് വേണ്ട, അത് നല്ലതല്ല, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയും. ഇതൊക്കെ വളരെ സത്യമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്,
എവിടെങ്കിലും ആരെങ്കിലും സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹം കാണാൻ പോകില്ല കേട്ടോ. ഇപ്പോഴും നടക്കുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് വേറെ വലിയ പവറൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഗണപതിയാണ്. ആ, ഞാൻ ഇടയ്ക്കൊരു കഥ പറയുകയാണ്. ഇടയ്ക്കൊരു ഇദ്ദേഹം കാണാൻ പോവുകയാണെങ്കിൽ പിന്നെ ആ രോഗി ജീവിച്ചിരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം അദ്ദേഹത്തിനെ കൊണ്ടുണ്ട്. വെറുതെ പോകുന്നതാണ്, അതായത് സുഖമില്ലാത്ത വിവരം, അസുഖ വിവരം അന്വേഷിച്ചിട്ട് പോകുന്നതാണ്. പക്ഷെ അദ്ദേഹം പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. അങ്ങേർക്ക് അങ്ങനെ ഒരു രാശിയുണ്ട്. സന്യാസി അല്ല, സാധാരണ മനുഷ്യൻ. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹം കഴിവൊന്നും പോകാറില്ല. രാശിപ്പെടാം, പോട്ടെ പറഞ്ഞത്. ഇവിടെ ശനിദേവന്റെ അടുത്ത് പാർവതി ദേവി പറയുമ്പോൾ ശനിദേവൻ തന്റെ നിസ്സഹായ അവസ്ഥ പറയും. പാർവതി ദേവി, അങ്ങേക്ക് അറിയാമല്ലോ ഞാനൊരു കൃഷ്ണഭക്തനാണ്. ശനിദേവൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന ആർക്കും ശനിയുടെ ദോഷം അപകാരം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ചിലര് പറയുന്നത് ചിലർക്ക് ശനി അനുഗ്രഹമാകത്തേ ഉള്ളെന്ന് പറഞ്ഞത്. ഇതാണ് അതിന്റെ കാര്യം, ഇവിടെ വേറൊന്നുമല്ല. ഓക്കെ, വിഷ്ണു ഭജനം ഉള്ളിടത്ത് ശനിദേവന്റെ അപകാരം ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ വന്നിട്ട് സമയം ഒരുപാടായില്ലേ. അപ്പൊ അങ്ങനെ അടുത്തൊരു കഥയും കൂടെ പറയണം. അങ്ങനെ ശനിദേവൻ പാർവതി ദേവി എടുത്ത് പറയാണ്, ഞാൻ ഭഗവാനെ വിളിക്കുന്നുണ്ട്, ഭഗവാനെ ധ്യാനിക്കുന്നുണ്ട്, ഭഗവാന്റെ ഭക്തനായിരുന്നു. പക്ഷെ എന്റെ ചെറിയൊരു വീക്ക്നെസ് അങ്ങേക്ക് ദേവിക്ക് അറിയാമല്ലോ. ഞാൻ ഇത്തിരി ലൗകിക വിഷയങ്ങളിൽ, അതായത് ഗൃഹസ്ഥ ജീവിതത്തിൽ ഞാൻ ഇതിന് താല്പര്യമുള്ളവനായി. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചു. പിന്നെ അപ്പം ഞാൻ ധ്യാനത്തിന് ഒഴുകിയിരിക്കുന്നതിനാൽ ഞാൻ എന്റെ ഭാര്യയെ അങ്ങനെ നോക്കുന്നില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കത്തില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ ചുരുക്കി പറയുകയാണ്, അവൾ എന്നെ ശപിച്ചു. എന്താ ശപിച്ചത്? അങ്ങ് ആരെയും എന്നെ നോക്കുന്നില്ല, അങ്ങയുടെ ഭാര്യയാണ് ഞാൻ. ഒരു നോക്കുപോലും, ഒരു നോക്കാട്ടെ വാക്കാട്ടെ ഒന്നും എന്നോടില്ല. അതുകൊണ്ട് അങ്ങ് ആരെ നോക്കിക്കഴിഞ്ഞാലും ആ ഭാഗം നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങയുടെ ദൃഷ്ടി എങ്ങോട്ട് പോയി കഴിഞ്ഞാലും ആ ദൃഷ്ടി ചെല്ലുന്നതെല്ലാം നശിക്കട്ടെ എന്ന് ഭാര്യ പറഞ്ഞു. ശനിദേവൻ ആശ്വസിപ്പിച്ചു, ദേവി നീ ചെയ്തത് തെറ്റാണ്, ആരെയാണ് ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പിന്നീട് വിഷമിക്കുന്നു. ഈ കഥകളെല്ലാം പാർവതി ദേവിയുടെ അടുത്ത് പറയും. അപ്പൊ പാർവതി ദേവി വീണ്ടും പറയും, എന്തൊക്കെയാണെങ്കിലും എല്ലാം ഈശ്വരേച്ഛയാണ്, അങ്ങ് എന്റെ മകനെ നോക്കിയിട്ട് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു. ശനിദേവൻ മനസ്സോടെ കണ്ണ് ചെറുതായിട്ടൊന്നും തിരിച്ച് വിഷമിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് നോക്കി. ആ ദൃഷ്ടി ചെന്നെത്തിയത് തലയിലാണ്. എന്തു പറ്റി? തല കട്ട് ചെയ്ത് ആ തല പറന്ന് പോയി വിഷ്ണുവിന്റെ അടുത്ത് എത്തിയിട്ട് വിഷ്ണുവിനോട്ട് മെർജ് ചെയ്തു. പാർവതി ദേവി അലമുറയിട്ട് കരഞ്ഞു. അവിടെ കൂടിയിരുന്ന എല്ലാവരും കരഞ്ഞു. അവസാനം വിഷ്ണു ഗരുഡവാഹനത്തിൽ വരുന്ന വഴിക്ക് ഒരു ആനക്കുട്ടിയെ കാണുകയും ആനക്കുട്ടിയുടെ തല അറുത്ത് അങ്ങനെ ഈ പാർവതി ദേവിയുടെ ശിരസ് പോയ കുഞ്ഞിന്റെ കഴുത്തിൽ വെക്കുകയും ചെയ്തു. ഇതാണ് ഗണേശന്റെ ചരിത്രം. ഇനി ചരിത്രം എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാം. ഇത് ബ്രഹ്മവൈവർത്ത പുരാണമാണ് ഇതിന്റെ റഫറൻസ്. നമ്മൾ ഏത് കഥകൾ നമ്മൾ പറയുകയോ അപ്പൊ അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ റഫറൻസ് കൂടി നമ്മൾ പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് ഇത് ഉള്ളത്. ഇതിനെക്കുറിച്ച് വീണ്ടും ദേവീ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഗണേശന്റെ. അപ്പം വിഘ്നേശ്വരന്റെ പേര് കിട്ടിയതും. അപ്പം ഗണേശദേവനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നേരെ ഏതിനാണ് പറയാൻ പോകുന്നത്?
രാധാദേവി. രാധാദേവി. എല്ലാരും ബോറടിച്ചോ? ഇല്ല. ആർക്കെങ്കിലും ഒരു പാട്ട് പാടാമോ? പാടിയിട്ട് നമുക്ക് രാധാറാണി എടുത്തിട്ട് പോവാം. ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ആ ആ നമ്മുടെ വിഘ്നേശ്വരന്റെ സ്റ്റോറി ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതെ. നമ്മൾ കേട്ടിട്ടുള്ള നമശിവായ എന്ന് പറഞ്ഞ സീരിയല് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ സ്റ്റോറി. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് ആ 18 പുരാണങ്ങളിലുള്ളവരാണ്. ഒന്ന് ബ്രഹ്മവൈവർത്ത പുരാണം. ബ്രഹ്മവൈവർത്ത പുരാണത്തിലും അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിലും ഗണേശന്റെ ചരിത്രം കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ആ ബാക്കിയുള്ളതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് എവിടുന്നൊക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നത് ഒന്നും നമുക്കറിയത്തില്ല. ശിവൻ തൃശൂലം കൊണ്ട് ശിരസ് ഛേദിക്കുന്നതാണ് വേറൊരു സ്റ്റോറി. മഹാദേവർ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. എന്തൊരു അപരാധമാണ് പറയുന്നത്. മഹാദേവരും കൂടെ പറഞ്ഞിട്ടാണ് പാർവതി ദേവി പുണ്യാകവർദ്ധം എടുക്കുന്നത്. പിന്നെ മഹാദേവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതെ അതെ. അതുകൊണ്ടാണ് പണ്ട് ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ മീഡിയ നമ്മുടെ കയ്യിലില്ല, പ്രിന്റ് മീഡിയ നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഇതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. കാര്യം നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ബോറടിച്ചല്ലേ? ആ സത്യം പറഞ്ഞു. അപ്പൊ ഒരു പാട്ട് പാടിക്കേ. ആ ബോറടി മാറും. ഒരു പാട്ട് പാടിക്കേ. ഗോപാല ഗോപാല ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ഓ രാധേ 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 ഗോപാല ഓ രാധേ 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 ഗോപാല 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 ശ്യാമ ഗോപാല മുരളി ഗാനലോല ഗോപി ഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ഓ രാധേ 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 ഗോപാല ദേവകി നന്ദന സുന്ദര വേണുഗോപാല ഓ രാധേ 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 ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപാല മുരളി മനോഹര നന്ദലാല മുരളി മനോഹര നന്ദലാല. ഹരേ കൃഷ്ണ. താങ്ക് യു. ബോറടി മാറിയോ? അപ്പൊ ഇനി അടുത്തോട്ട് രാധാറാണിയുടെ അടുത്തോട്ട് വരും. രാധാറാണിയെ കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് കൃഷ്ണന്റെ പാട്ടാണ്. ആ താങ്ക് യു വെരി ഗുഡ്. രാധാറാണിയുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യത, എലിജിബിലിറ്റി നമുക്കില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തില് രാധാറാണിയുടെ ഡയറക്റ്റ് പേരേ പറഞ്ഞിട്ടില്ല. ആരാധന എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത്രയും പ്യുവറാണ് രാധാറാണി. അത്രയും പ്യുവർ ആയതുകൊണ്ട്, അത്രയും പ്യുവരിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ രാധാറാണിയെ ഡയറക്റ്റ് രാധ എന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലും രാധാറാണിയെ ഡയറക്റ്റ് പറയാതെ ഹരേ എന്ന് മാത്രം ഉദ്ദേശിച്ചത്. ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണി എന്നുള്ളതാണ്. പിന്നെ രാധാറാണിയെ കുറിച്ച് ഡയറക്റ്റ് പറയുന്ന പുസ്തകം ഗർഗഭാഗവതമാണ്. ഗർഗമുനി രാധാറാണിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച്, അതായത് ഭഗവാന്റെ നാമം കൊടുക്കുന്നതും ഭഗവാന് നാമം ഇടുന്നതും പേരിടുന്നതും പിന്നെ രാധാറാണിക്ക് പേരിടുന്നതും ബലരാമന് പേരിടുന്നതും എല്ലാം ഗർഗമുനിയാണ്. അങ്ങനെ ഗർഗമുനിക്ക് മാത്രമേ യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനെ കുറിച്ച് ഡയറക്റ്റ്, രാധാറാണിയെ കുറിച്ച് ഡയറക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ രാധാറാണി മറ്റാരുമല്ല, ഭഗവാന്റെ തന്നെ ആന്തരിക ശക്തിയായിട്ടാണ് രാധാറാണി വരുന്നത്.
ചെറുതായിട്ട് ചെറിയതായിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ രാധാറാണിയെ കുറിച്ചിട്ട്. ഈ രാധിക ജന്മത്തെ കുറിച്ചിട്ടുള്ള കഥ പിന്നീട് രണ്ട് പേര് തമ്മിൽ പറയുന്നത് മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്, അല്ലാതെ ഡയറക്റ്റ് പറയാനുള്ള യോഗ്യത എനിക്കും ഇല്ല. ബഹുലാശ മഹാരാജാവ് എന്ന് പറഞ്ഞ ഭഗവാന്റെ വലിയൊരു ഭക്തൻ ഉണ്ടായിരുന്നു. എഴുതി വെച്ചു, ബഹുലാശ മഹാരാജാവ്, ബഹുലാശ, ദ കിങ് ബഹുലാശ. അങ്ങനെ ബഹുലാശ മഹാരാജാവും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. നാരദ മഹർഷിയോട് ബഹുലാശ മഹാരാജാവ് ചോദിക്കുകയാണ്, ദേവർഷി, പരിപൂർണതവനായ ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പാടിയിൽ അവതരിച്ച് പിന്നീട് എന്തെല്ലാം ലീലകളാടി. ഓരോരോ കഥകൾ നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറയുകയാണ്, എനിക്ക് രാധാറാണിയെ കുറിച്ച് കൂടുതൽ കേൾക്കണം, രാധാറാണിയുടെ ജന്മവൃത്താന്തം എനിക്ക് കേൾക്കണം. അങ്ങനെ പറയുമ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു, വൃഷഭാനുവിന്റെ പത്നിയായ കീർത്തി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൃഷഭാനുസുധേ ദേവി എന്ന് നമ്മൾ ഭഗവാൻ രാധാറാണിയെ കീർത്തിക്കുന്നുണ്ട് നമ്മുടെ ധ്യാന ശ്ലോകത്തിൽ. വൃഷഭാനുവിന്റെ പത്നിയായ കീർത്തിയിൽ രാധ പരാശക്തി ആവേശിച്ചപ്പോൾ അവൾ ഗർഭവതിയായി. അങ്ങനെ ഗർഭം തികഞ്ഞ കീർത്തി രാധയെ പ്രസവിച്ചു. അതിമനോഹരിയായ പുത്രിയുടെ മുഖം കണ്ട് വൃഷഭാനുവും കീർത്തിയും ആനന്ദിച്ചു. വൃഷഭാനു 2 ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പരാശക്തിയായ രാധാദേവി തന്റെ പുത്രിയെ ജനിക്കാൻ വൃഷഭാനു ആർജിച്ച പുണ്യാതിരകം, അതും വളരെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ധ്യാനിച്ചതുകൊണ്ടും മുൻജന്മ സുഹൃതം കൊണ്ടുമാണ് കീർത്തിക്ക് രാധാറാണിയെ പുത്രിയായിട്ട് കിട്ടുന്നത്. അത് പറയുകയാണ്, മുൻജന്മത്തിൽ നൃഗപുത്രനായ സുചന്ദ്രൻ എന്ന ചക്രവർത്തിയായിരുന്നു വൃഷഭാനു. പിതൃക്കളുടെ മാനസപുത്രിയായ കലാവതിയെയാണ് വിഷ്ണുവംശമായ സുചന്ദ്രൻ വിവാഹം ചെയ്തത്. മറ്റ് 2 പുത്രിമാരിൽ മേനകയെ ഹിമവാനും രത്നമാലയെ ജനക മഹാരാജാവുമാണ് വിവാഹം ചെയ്തത്. രത്നമാലയിൽ സീതയും മേനകയിൽ പാർവതിയും ജനിച്ചു. സുചന്ദ്രനും കലാവതിയും ഗോമതി തീരത്ത് നിന്ന് 12 വർഷം കഠിനമായ തപസ് ചെയ്തു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഇംഗിതം ചോദിച്ചു, എന്താണ്? അപ്പോൾ സുചന്ദ്രൻ മോക്ഷത്തിന് വേണ്ടി അപേക്ഷിച്ചു. എനിക്ക് മോക്ഷമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് വരം കൊടുക്കാനായപ്പോ കലാവതി പറഞ്ഞു, ഭാര്യ ബ്രഹ്മാവിന്റെ അടുത്ത് തടഞ്ഞു. വളരെ ദേഷ്യം വന്നു കലാവതിക്ക്. പറഞ്ഞു, സ്ത്രീകൾക്ക് ഭർത്താവാണ് പ്രത്യക്ഷ ദൈവം, ഇദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ബ്രഹ്മാവ് ഒരു സൊല്യൂഷനിലെത്തി. കുറെ കാലം 2 പേരും ഗാർഹസ്ഥ്യ ജീവിതം നയിക്കാൻ പറഞ്ഞു. എന്നിട്ട് ദ്വാപരയുഗ അവസാനത്തിൽ ഗംഗാ യമുന മധ്യത്തിൽ ഒരിടത്ത് നിങ്ങൾ മനുഷ്യരായി ജനിക്കും. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാധാദേവി നിങ്ങളുടെ പുത്രിയായി ജനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ജന്മത്തില് സുചന്ദ്രൻ സുരഭാനുവിന്റെ മകനായ ഗോപകുലത്തിൽ വൃഷഭാനുവായി ജന്മമെടുത്തു. ഇതാണ് രാധാറാണിയുടെ ചെറിയ ഒരു ചരിത്രം. ഒരുപാട് കാര്യങ്ങൾ രാധാറാണിയെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ അത് പിന്നീട് ഒരിക്കലും പറയാം. എങ്കിലും രാധാറാണിയുടെ 16 നാമം വരുന്ന മന്ത്രം കൂടെ പറഞ്ഞിട്ട് നമുക്കിവിടെ നിർത്താം. ഓക്കെ, അപ്പൊ ഇന്ന് ഭഗവത്ഗീത നമ്മൾ ടച്ച് ചെയ്തില്ല. പാർവതി ദേവിയുടെ മന്ത്രം നമ്മൾ പറയാൻ പോകുന്നത്, അല്ല, രാധാറാണിയുടെ 16 അക്ഷര മന്ത്രം. ഈ മന്ത്രം കേൾക്കുന്നത് തന്നെ മുൻജന്മ സുഹൃതമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾ പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതിന്റെ പവർ എങ്ങനെ കിട്ടും, എന്തുകൊണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഗണേശനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ രാധാറാണിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ രാധാറാണിയുടെ 16 പേരുകൾ, 16 നാമങ്ങൾ. രാധാറാണിക്ക് 16 പേരുകളുണ്ട്. റിപ്പീറ്റ് ചെയ്യണേ, ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ. രാധ, രാസേശ്വരി, രാസവാസിനി,
രസികേശ്വരി കൃഷ്ണ പ്രാണാധിക കൃഷ്ണപ്രിയ ച കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരത്ചന്ദ്രിനി നമ്മള് ഗൂഗിളിൽ പോയി ഒന്നും ഇനി തപ്പിയെടുക്കണ്ട, കുട്ടികൾക്ക് പേരിടാൻ വേണ്ടിട്ട് എത്ര പേര് പറഞ്ഞ് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു പേരിട്ടാ പോരെ, ഇല്ലേ? അപ്പം രാധ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയ കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ശരത്ചന്ദ്രിനി ഭാനന രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയ കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരത്ചന്ദ്രിനി ഭാനന ഗോവിന്ദ ഇതൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ വാട്സപ്പില് കേട്ടോ, ഈ ശ്ലോകം കേട്ടോ ഇടണേ, ഗോവിന്ദൻ അറിയാം. രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിയ കൃഷ്ണപ്രിയ കൃഷ്ണരൂപിണി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരത്ചന്ദ്രിനി ഭാനന. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
രാധാറാണിയുടെ ഈ 16 അക്ഷരം 16 നാമം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ചെല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിച്ചു നിർത്തണം. ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പുതിയ ഒരാളുകളുണ്ട്, നമ്മുടെ ഈ ഗ്രൂപ്പിൽ പുതിയതാണ്. നിവേദ്, സ്വാഗതം. നിവേദ് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് നിവേദ്. ഐ ലീവ് ഇൻ ദുബായ്. ഞാൻ വേറെ ഭഗവത്ഗീത കിഡ്സ് ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യമായിട്ടാണ്. ലൈക്ക് ഗ്രൂപ്പിൽ നാട്ടില് അർജുൻ ചേട്ടൻ പുതിയതാണ്. ഓക്കെ, പറയാം. നാട്ടില് ഹായ്, നമസ്തേ. എന്റെ പേര് അർജുൻ. ഞാൻ ദുബായിലാണ് ഇപ്പൊ താമസിക്കുന്നത്, ദേരയില്. ഓക്കെ. ഞാനും പണ്ട് ഗീതയിലൊക്കെ ഞാൻ നല്ലതായിട്ടായിരുന്നു ഗീതയില്. ഇപ്പൊ ഇതിലായിട്ട് ഞാൻ ഗ്രേഡ് 7 ഏത് സ്കൂള്? എലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ നിയർ സെഞ്ചുറി മോൾ. നാട്ടില് പാലക്കാട്, കേരള. പാലക്കാട്, ഇന്ത്യ അല്ല, വെറുതെ ചോദിച്ചത്. ഓക്കെ. നിവേദിന്റെ സ്ഥലം പറഞ്ഞില്ല. താങ്ക് യു. സ്വാഗതം ഈ ഗ്രൂപ്പിലേക്ക്. എല്ലാ ആഴ്ചയും വരണം. എല്ലാരും ഒരുമിച്ച് ഇത്രയും കുട്ടികൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഇത്ര രസമാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ടോ? ഗീതാ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അരുൺ ചേട്ടനോടല്ലേ? അല്ലേ? അരുൺ ചേട്ടനോട് ചോദിക്കല്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറയുക. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാണല്ലേ? ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളോടാണ്. എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണൻ നേരിട്ട് ഇറങ്ങി വരും. സത്യം. ഓക്കെ. നിവേദന സ്ഥലം പറഞ്ഞില്ല. ഞാൻ നാട്ടില് ആലപ്പുഴയെന്നാണ്. ഇവിടെ ഇപ്പം കിസൈസ് അൽനാദ ടു ആൻഡ് സ്കൂൾ ഷാജ ഇന്ത്യൻ സ്കൂൾ. ഞാൻ